ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ടൈനി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോർമലി എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം, ഒന്നെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും, ഇല്ലെങ്കിൽ എൻ്റെ കിച്ചണിലെ എൻ്റെ സ്വന്തം പാചക പരീക്ഷണങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രാവൽ വ്ളോഗായിരിക്കും, സംതിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്ന് അതൊന്നും അല്ലാട്ട് ഒരു വേറിട്ട കണ്ടൻറ്റുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ സംഭവം ഇന്നത്തേതെന്ന് വെച്ചാൽ ഇന്നൊരു റെസിപ്പി തന്നെയാണ്, പക്ഷേ അതൊരു ഫുഡ് ഐറ്റം അല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടല്ലോ, കാച്ചിയ എണ്ണ, അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് ഇന്ന് എടുക്കുന്നത്. പ്രിപ്പറേഷൻ ചെയ്യുന്നത് ഞാനല്ല, ഞാൻ ഇന്ന് ഈ സ്ക്രീനിലില്ല ഗൈസ്, ഞാൻ സ്ക്രീനിന് പുറത്താണ്. ഇന്നത്തെ സ്ക്രീനിൽ എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ, കാരണം എണ്ണ കാച്ചുന്നത് അച്ഛനാണ്. കുഞ്ഞിലേ തന്നെ എനിക്കൊരു ഓർമ്മ വെച്ച സമയം തൊട്ട് അച്ഛൻ എനിക്ക് എണ്ണ കാച്ചിയ തലേ തേച്ചെന്നുകൊണ്ടിരുന്നത്. ദൈവദോഷം പറഞ്ഞുകൂടാ, നല്ല മുടി വളർച്ചയും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കല്യാണത്തിനൊക്കെ നമ്മൾ ഈ നോർമലി കല്യാണത്തിന് നമ്മൾ മുടിയിലെ പൂവ് സപ്പോർട്ട് ചെയ്യാനായിട്ട് തിരുപ്പനും കൂടെ വെച്ചല്ലേ പിന്നെ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അഹങ്കാരത്തോട് പറയും ഞാനത് ഉപയോഗിച്ചിട്ടില്ല, കാരണം നല്ല സ്ട്രെങ്ത് എൻ്റെ മുടിക്കുണ്ടായിരുന്നു. എൻ്റെ സ്വന്തം മുടി എന്നാ കെട്ടിയത്. പക്ഷേ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് കഴിച്ചിട്ടില്ല, എല്ലിൻ്റെ ഇടയിൽ കയറിയെന്ന് പറയുന്നത്. അങ്ങനെ കയറിയതിൻ്റെ പരിണിത ഫലമായിട്ട് ഞാൻ ഈ എണ്ണ തേപ്പ് നിർത്തിവെച്ചതിൻ്റെ ഭാഗമായിട്ട് നന്നായിട്ട് അതിൻ്റെ ഭവിഷ്യത്തുകൾ കാണുന്നുമുണ്ട്. ഞാനിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ മുടി ഇങ്ങനെ താഴെ വീണ് പോകാറുണ്ട്. ഇപ്പം വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല കെട്ടാനായിട്ട്, ജസ്റ്റ് ഒരു ചെറിയ ബണ്ണിട്ടാലും മതി, മുടി അവിടെ അങ്ങ് കിടന്നോളും. അപ്പോൾ അങ്ങനെ ഞാൻ സങ്കടം പറഞ്ഞപ്പോൾ അച്ഛൻ എനിക്ക് വീണ്ടും എണ്ണ കാച്ചി തരാൻ സമ്മതിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഈ കൂട്ടി വെച്ചിരിക്കുന്നത്. കറ്റാർവാഴ, കൈതോന്നി, കറുകപ്പുല്ല്, പിന്നെ പൂവാങ്കുരുന്ന്, നവരയില, അങ്ങനത്തെ കുറച്ച് ഒരു 7-8 ഐറ്റം ഇല അച്ഛൻ എവിടെ നിന്നൊക്കെയോ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഏതൊക്കെയോ വിള എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പറമ്പ് അവിടെ നിന്നൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ എൻ്റെ സ്വന്തം വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറിച്ചുകൊണ്ട് വന്ന് അച്ഛൻ അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസിൽ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, ഇതാണ് എൻ്റെ അച്ഛൻ. അപ്പം പുള്ളിക്കാരൻ ഫസ്റ്റ് അതിനെ കഴുകി ക്ലീൻ ചെയ്ത്, കാരണം നമ്മൾ വേരോടെ എടുക്കും, സർവ്വതും എടുക്കും എന്നല്ലേ പറയുന്നത് ഈ ചെടികളുടെയൊക്കെ. വേര് മുതൽ ഇല വരെ, പൂവ് വരെ നല്ലതാണെന്നല്ലേ പറയുന്നത്. അങ്ങനെ അപ്പം മണ്ണ് നന്നായിട്ടുണ്ടോ, അപ്പോൾ അച്ഛൻ അതിനെ കഴുകി ക്ലീൻ ചെയ്ത് പിന്നെ വേറെ ഏതോ ഒരു ഐറ്റം ഇലയും കൂടെ അച്ഛൻ അതിൽ ചേർത്തിട്ടുണ്ട്. അത് അച്ഛൻ്റെ മാസ്റ്റർ പീസ് സാധനമാണ്. ആ റെസിപ്പി അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ അതുകൂടെ ചേർത്ത് അച്ഛൻ ഇതെല്ലാം കൂടെ കൊണ്ട് ആദ്യം അച്ഛൻ പറഞ്ഞു ഇത് മിക്സിയിൽ അരച്ചെടുക്കാം നമുക്കെന്ന്. പക്ഷേ എന്തോ അച്ഛനെ ഇന്ന് അങ്ങനെ അരയ്ക്കാനെടുത്തപ്പോൾ ഒരു തൃപ്തിയില്ലായ്മ. എല്ലാ കാര്യത്തിലും എൻ്റെ അച്ഛന് കംപ്ലീറ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത മനുഷ്യനാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട, നമുക്കിത് കല്ലിൽ ചതച്ച് തന്നെ എടുക്കാം എന്നും പറഞ്ഞിട്ട്. നല്ല പണിയാണ് ഗൈസ്, ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിന്നിട്ട് ഇത്രയും ചതച്ചെടുക്കുക എന്നുള്ളത് കാണുമ്പോൾ തന്നെ നമുക്ക് നടുവേദന എടുക്കും. അപ്പോൾ അത് ചെയ്യുന്ന ആളുടെ അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് മിക്സിയിൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, അത് അതിൻ്റെ ഫുൾ എഫക്റ്റ് കിട്ടത്തില്ല എന്നും പറഞ്ഞിട്ട് ഇലയെ ചതച്ച് അത് പിഴിഞ്ഞ് ചാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് അത് ചതച്ചെടുക്കണം കേട്ടോ. കുറേ നേരത്തെ പണിയുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഇത്രയും ഇല ചതച്ചെടുക്കാനായിട്ടൊരു അരമണിക്കൂർ അത് ചതച്ച് ഒരുപാട് വെള്ളം അതിൽ വരാൻ പാടില്ലല്ലോ, അതിൻ്റെ ചാറല്ലേ എടുക്കാനല്ലോ. അപ്പോൾ ശകലം വെള്ളം കുടഞ്ഞ് അങ്ങനെ അത് ചതച്ചെടുത്തുകൊണ്ടിരിക്കുന്ന അച്ഛൻ. അപ്പോൾ കംപ്ലീറ്റ് എത്ര ഉണ്ടെന്ന് നോക്ക്. ഓൾമോസ്റ്റ് ഒരു വലിയ കവർ നിറച്ചുണ്ടായിരുന്നു ഇല. അത്രയും ചതച്ചെടുത്തപ്പോൾ കിട്ടിയ ചാറാണ് ഗൈസ് ആ കാണുന്നത്. അപ്പോൾ ഇല ഐറ്റംസ് കംപ്ലീറ്റ് അച്ഛൻ ചതച്ചെടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിപ്പം നെല്ലിക്കയും കൂടെ ഒന്ന് ചതച്ച് അതിൻ്റെ കൂടെ ചേർക്കും. നെല്ലിക്ക അങ്ങ് തീരെ പേസ്റ്റല്ല, നമ്മളൊന്ന് ചതച്ചിടുക എന്ന് പറയത്തില്ലേ, അതും ചതച്ച് നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന കൂട്ടിൻ്റെ കൂടെ ചേർക്കുകയാണ് അച്ഛൻ. അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പിന്നെ ഇതിപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമ്മളെ പുറംപണി കഴിഞ്ഞു. ഇനി നമുക്ക് അടുക്കളയിലേക്ക് കിടക്കാം. പിന്നെ അടുക്കളയിൽ കയറിയിട്ട് അടുത്ത് നമ്മൾ ചെയ്തത് നമ്മളല്ല, അച്ഛൻ. ഞാൻ ഈ കമൻട്രിയിൽ മാത്രമേ ഉള്ളൂ ഗൈസ് അച്ഛൻ ചെയ്തത്. അച്ഛന് അങ്ങനത്തെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്, കാരണം അച്ഛൻ ചെയ്യുന്ന വർക്കിൽ വേറൊരാൾ കൈയുടെ അച്ഛൻ സമ്മതിക്കത്തില്ല. പക്ഷേ ഇത് പറയും, നമ്മൾ കയ്യാൾ പണി എന്ന് പറയത്തില്ലേ, എടുത്തു കൊടുക്ക്, അത് എടുത്ത് വയ്ക്കുക, മാറ്റി വയ്ക്കുക, ഇങ്ങനെയൊക്കെ പറയും. അത് അച്ഛനൊരു ഹെൽപ്പർ എപ്പോഴും വേണം കൂടെ. അപ്പോൾ അതിന് വേണം. പക്ഷേ അല്ലാണ്ട് അച്ഛൻ ചെയ്യുന്ന വർക്കിനകത്ത് നമ്മൾ ഇൻവോൾവ് ആവാൻ അച്ഛൻ സമ്മതിക്കത്തില്ല. അച്ഛനത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്താലേ അതിൻ്റെ റിസൾട്ട് അച്ഛൻ്റെ ഒരു ക്രെഡിറ്റ് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി അച്ഛൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സേഫാണ്. ഞാൻ അവിടെ നിന്ന് കമൻട്രി പറയുന്നുണ്ട്. ഇതിപ്പോൾ അച്ഛൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറ്റാർവാഴ, അലോവേര, അത് നമ്മളതിൻ്റെ ജെല്ലി മാത്രമല്ലേ എടുക്കത്തുള്ളൂ. ലീഫി പോർഷൻ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ജെല്ലി എടുത്ത് അതുമായിട്ട് ചേർത്ത് പേസ്റ്റ് സെറ്റാക്കി പിന്നെ അതിലേക്ക് ഒഴിക്കാനുള്ള എണ്ണകളാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 1.5 ലിറ്ററോളം എണ്ണ ഞങ്ങളിതിലേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1.5 ലിറ്റർ എടുത്താലും 3/4 ലിറ്ററെങ്കിലും തിരിച്ച് നമുക്ക് കിട്ടത്തുള്ളൂ, കാരണം അത് അത്രയും നേരം കിടന്ന് ഇതുമായിട്ട് മിക്സപ്പ് ആവണ്ടേ. അപ്പം അത്രയും നേരം നമുക്കത് കിടന്ന് തിളച്ച് വറ്റുമ്പോഴത്തേക്കും നമുക്ക് 1/2 ലിറ്റർ അല്ലെങ്കിൽ 3/4 ലിറ്റർ ഉപയോഗിക്കാൻ കിട്ടണമെങ്കിൽ 1.5 നമ്മൾ എടുക്കണം ഗൈസ്. അപ്പോൾ അത് അത്രയും എടുത്ത് വെച്ച് അച്ഛൻ ഒരു 5 മിനിറ്റ് അതൊന്ന് സെറ്റാവാൻ വെച്ചിട്ട് പോയതാണ്. എന്നോട് ഒരു 10 മിനിറ്റ് അതിരുന്ന് സെറ്റാവട്ടെ ആ ചാറുമായിട്ട് എന്ന് തന്നെ ഇളക്കി വെച്ചിട്ട് പോയി. അത് കഴിഞ്ഞിതാ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഇനിയാണ് ഗൈസ് എൻ്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ അച്ഛനൊരു 3/4 മണിക്കൂറല്ല അതിൽ കൂടുതൽ ഈ എണ്ണയുമായിട്ട് മൽപ്പിടുത്തം പിടിച്ചിട്ടുണ്ട്. ഈ ഇളക്കുന്ന ആ പോസ് അച്ഛനൊരു അപ്രോക്സിമേറ്റ്ലി ഒരു 1 hour അച്ഛൻ നിന്നിട്ടുണ്ട്. സമ്മതിക്കണം ഗൈസ്, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ഈ വീഡിയോ ഇടയ്ക്ക് വന്ന് എടുക്കും പോവും എന്നിട്ട് പോലും എനിക്ക് വയ്യ. അച്ഛൻ അതേ ഈ കൈയിട്ട് ഈ ഇളക്ക് അച്ഛൻ നിർത്തിയിട്ടില്ല തുടക്കം തൊട്ട്. കാരണം അച്ഛൻ പറഞ്ഞാൽ നിർത്തി അത് അടി പിടിക്കും, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇത് രണ്ടും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അത് നിർത്തിയിട്ടില്ല. ആ ഇളക്ക് അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആവാറായി ഓൾമോസ്റ്റ്. അപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് തിളച്ച്. അപ്പം കുറച്ചൊന്ന് നമ്മൾ കെയർഫുള്ളും കൂടി ആയിട്ട് വേണം അവിടെ നിൽക്കാനായിട്ട്. അപ്പോൾ എന്നോട് പറയുന്നുണ്ട് നീങ്ങി നിൽക്ക്, കാരണം അത് തിളച്ച് നമ്മളെ മേത്തോട്ട് പൊട്ടുന്നുണ്ട്. ബിക്കോസ് നമ്മളതിൽ ഒരു അല്പം വെള്ളം ചേർത്തല്ല ഇല ചതച്ച് പിഴിഞ്ഞെടുത്തത്. അത് മാത്രമല്ല നമ്മളിതിൽ ചേർത്ത അലോവേര എന്ന് പറഞ്ഞാൽ വെള്ളമാണ്, നീരല്ലേ. അപ്പോൾ അത് എണ്ണയുമായിട്ട് പിടിക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ എടുക്കുന്നത് വളരെ കെയർഫുള്ളായിട്ടാണ്. കാരണം ഇത് പൊട്ടി നമ്മുടെ ഈവൻ എൻ്റെ കയ്യിൽ ഉൾപ്പെടെ തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല. സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ആ സൗണ്ട് ഏറ്റവും ലോയിലായിട്ട് കേൾക്കുന്നത് എൻ്റെ ഫോണിൻ്റെ വോയിസിൽ. എന്നിട്ട് പോലും ഇത്രയും ഇതായിട്ട് കേൾക്കാം. അങ്ങനെ എൻ്റെ എണ്ണത ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. 1 hour കൂടുതൽ എടുത്തു ഗൈസ് അച്ഛൻ ഇത്രയും സെറ്റാക്കി വരാനായിട്ട്. 1 hour കൂടുതലാണെങ്കിലേ ഉള്ളൂ, കുറയത്തില്ല. അത്രയും കഴിയുമ്പോൾ കണ്ടല്ലോ എണ്ണ എത്രയുണ്ടെന്ന്. ആ പാട് കിടക്കുന്നതിൻ്റെ ആ ലെവലിനുണ്ടായിരുന്ന എണ്ണയാണ് ഈ അളവിന് വന്ന് നിന്നത്. ഓൾമോസ്റ്റ് അതെല്ലാം കഴിഞ്ഞു. 2.5-3 മണിക്കൂർ എടുത്തു അത്രയും തണുത്ത് കിട്ടാനായിട്ട്. നല്ല തണുത്തിട്ടേ ഇത് ഒഴിച്ച് വെക്കാവൂ എന്ന് അച്ഛൻ പറഞ്ഞത്. അപ്പം നല്ല തണുത്തിട്ട് അതൊഴിച്ച് നമ്മൾ കുപ്പിയിലാക്കി, പ്ലാസ്റ്റിക് അല്ല കണ്ണാടി കുപ്പിയിൽ, എന്നാലേ എണ്ണ പ്രിസർവ്ഡ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.